വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമുക്കിവിടെ 3 എംപ്ലോയീസ് ഉണ്ട്. ജോൺ ഡു, ജെയിൻ ഡു, ആലി സ്മിത്ത്. 3 പേർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഇല്ല. ജസ്റ്റ് എംപ്ലോയി ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതൊന്നും ടാഗ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ജോൺ ഡു, അതായത് ഫസ്റ്റ് എംപ്ലോയി, ആ എംപ്ലോയിന്റെ ഐ ഡി എത്രയാണ്? 1 ആണ്. ആ 1 എന്ന് പറഞ്ഞ ഐ ഡി ഉള്ള എംപ്ലോയിക്ക് നമുക്കൊരു ഫിനാൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ടാഗ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ട്? എംപ്ലോയീസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ ഐ ഡി 1 ആണ്. അപ്പൊ അത് നമുക്ക് സബ് ക്വറി ഉപയോഗിച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ക്വറി ചെയ്താം. അതായത് അപ്ഡേറ്റ് എംപ്ലോയീസ് സെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു 1 വേർ എംപ്ലോയി ഐ ഡി ഈക്വൽ ടു 1. അതായത് ഫിനാൻസിന്റെ ഐ ഡി എത്രയാണ്? 1 ആണ്. ഈ എംപ്ലോയി നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട എംപ്ലോയിന്റെ ഐ ഡി എന്താണ്? ആ എംപ്ലോയി 1 ആണ്. അങ്ങനെ കൊടുക്കാം, ഡയറക്റ്റ് കൊടുക്കാം. അതായത് നിങ്ങൾ ക്വറി കൊടുക്കുന്ന സമയത്ത്, നിങ്ങൾ ക്വറി എഴുതുന്ന സമയത്ത് സ്മോളിലും ക്യാപിറ്റലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്ഡേറ്റ് ഇതേപോലെ സ്മോൾ ആയിട്ടും ക്യാപിറ്റലായിട്ടും കൊടുക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും നിങ്ങൾ ക്യാപിറ്റൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൊളീഷൻസും എറേഴ്സും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി. അപ്ഡേറ്റ് എംപ്ലോയീസ്, ഓട്ടോ കംപ്ലീഷൻ ഒക്കെ ഉണ്ട് അവിടെ. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു 1 വേർ എംപ്ലോയി ഐ ഡി ഈക്വൽ ടു 1. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവും, ഡയറക്റ്റ് ആണ്. അതിന് പകരം ഇത് നമുക്ക് സബ് ക്വറി ആയിട്ട്, അതായത് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ഡി അറിയില്ല, നമുക്ക് അറിയുന്നത് എന്താണ്? ഈ എംപ്ലോയിന്റെ ഐ ഡി മാത്രം അറിയാം. ഈ എംപ്ലോയി ഐ ഡി 1 എന്നുള്ള, അതായത് ജോണിന് എന്താണ് ഫിനാൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ് ടാഗ് ചെയ്യേണ്ടത്. പക്ഷെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ഡി നമുക്ക് അറിയില്ല. അങ്ങനെ ആകുമ്പോൾ ക്വറി എങ്ങനെ എഴുതുന്നു? അതിന് നമ്മൾ സബ് ക്വറീസ് ഉപയോഗിക്കും. അതായത് ക്വറിന്റെ ഉള്ളിൽ വേറൊരു ക്വറി. നേരത്തെ നമ്മൾ ഇൻസേർട്ടിന്റെ എക്സാമ്പിൾ, മുമ്പത്തെ വീഡിയോയിൽ ഇൻസേർട്ടിന്റെ എക്സാമ്പിൾ നോക്കിയപ്പോൾ ഒരു സബ് ക്വറി കണ്ടിരുന്നു. അപ്പൊ അതേപോലെ തന്നെ അപ്ഡേറ്റ് എംപ്ലോയീസ്, അതായത് എംപ്ലോയീസ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു, അതിനൊരു വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേറൊരു ക്വറിയാണ് എഴുതുന്നത്. ഈ ക്വറിന്റെ റിസൾട്ട് എന്താണോ അതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഐ ഡിന്റെ വാല്യൂ. അപ്പൊ ആ ക്വറി എന്തായിരിക്കണം? ഒരു ഐ ഡി ഫെച്ച് ചെയ്യാനുള്ളതായിരിക്കണം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ് വേർ ഡിപ്പാർട്ട്മെന്റ് നെയിം ഈക്വൽ ടു, കണ്ടീഷൻ ആണ്, വേർ കണ്ടീഷൻ. സെലക്ട് ക്വറി എങ്ങനെയാണ് ചെയ്യുന്നത്? സെലക്ട് എന്ന് പറഞ്ഞ കീവേഡ്, അതിന്റെ ഏത് ഫീൽഡാണ് സെലക്ട് ചെയ്യേണ്ടത്? അത് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. ഇവിടെ നമുക്ക് ഒന്ന് മാത്രമുണ്ട്, അതുകൊണ്ട് സ്റ്റാറും അല്ല കോമ ഇട്ടിട്ടുള്ള ഫീൽഡുകളും അല്ല, ഒറ്റൊരു ഫീൽഡ് മാത്രം. ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ്, എന്നിട്ട് കണ്ടീഷൻ കൊടുക്കണം. എന്താണ്? എവിടുന്നാണ് കണ്ടീഷൻ? എന്താണ്? വേർ ഡിപ്പാർട്ട്മെന്റ് നെയിം ഈക്വൽ ടു ഫിനാൻസ്. ഫിനാൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ് നെയിം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവിടെ ഫിനാൻസ് എന്നുള്ളത് നിങ്ങൾ ക്യാപിറ്റലിലാണ് അവിടെ എഫ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫിനാൻസ് ക്യാപിറ്റലിൽ തന്നെ കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ ഡാറ്റ കിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ സ്മോളിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ ഫിനാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേസിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ ഐ ഡി കിട്ടും, അതിന്റെ വാല്യൂ എന്താവും? ഡിപ്പാർട്ട്മെന്റിലേക്ക് വേർ എംപ്ലോയി ഐ ഡി ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ക്വറി 1 ഓക്കെ, 1 റോ അഫക്റ്റഡ് എന്ന് വന്നിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് നോക്കാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി 1 ആയിട്ട്, അതായത് റെഫറൻസസ് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ആരോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. നമുക്ക് അങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും.